AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ശബരിമലയിലെ സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ പദ്ധതി ആരംഭിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. പദ്ധതിക്കായി പോലീസും സാങ്കേതിക വിദഗ്ധരുമായി ദേവസ്വം ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ ചർച്ച നടത്തി. AI ഉപയോഗിച്ച് ശബരിമലയിലെ ഭക്തജന തിരക്ക് എങ്ങനെ ക്രമീകരിക്കാമെന്ന് യോഗം ചർച്ച ചെയ്തു. ഓഗസ്റ്റ് ആദ്യവാരം തന്നെ പദ്ധതിക്ക് തുടക്കം കുറിക്കാനാണ് ശ്രമം. ശബരിമലയിലെ അടിസ്ഥാന സൗകര്യ വികസനം AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നടപ്പിലാക്കാനാണ് ശ്രമം. ഭക്തജന തിരക്ക് AIയുടെ സഹായത്തോടെ ക്രമീകരിക്കും. തിരക്ക് വർദ്ധിക്കുന്ന സമയങ്ങളിൽ തീർത്ഥാടകരും ശബരിമലയിൽ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും എന്ത് ചെയ്യണമെന്നതടക്കം AI നിർദ്ദേശിക്കും. ഭക്തർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും അവരുടെ മൊബൈൽ ഫോണുകളിലേക്ക് സന്ദേശം ലഭിക്കുന്ന തരത്തിലാകും സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുക. പദ്ധതിയുടെ രൂപരേഖ സംബന്ധിച്ച് AI വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. ഓരോ സ്ഥലത്തുമുള്ള ക്രൗഡ് എത്രയാണെന്ന് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടൊരു പ്രഡിക്റ്റീവായിട്ട് AI നമ്മളെ എങ്ങനെ സഹായിക്കും, ഓരോ സോൺ കപ്പാസിറ്റി, ഓരോ സോണിൻ്റെ കപ്പാസിറ്റി വെച്ചിട്ട് എങ്ങനെ മാനേജ് ചെയ്യാം, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സെൻട്രൽ കൺട്രോൾ റൂം നമുക്ക് സ്ഥാപിച്ചുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ പിൽഗ്രിംസിൻ്റെയും വാഹനങ്ങളുടെയും മൂവ്മെൻറ്റ് എങ്ങനെ ക്രമീകരിക്കാം, അതുപോലെ തന്നെ ക്രൗഡ് പ്രഷർ ബിൽഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് അപകടങ്ങൾ ഒഴിവാക്കാൻ ഈ ടെക്നോളജി എങ്ങനെ സഹായിക്കും തുടങ്ങി ഇതൊക്കെ ഇപ്പോൾ വളരെ മണിക്കൂറുകളെടുത്ത് മാത്രം നമ്മൾ റെക്ടിഫൈ ചെയ്യുകയും റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ സമയാസമയം തന്നെ അറിയിക്കാനും ഒക്കെ തന്നെ ഈ ടെക്നോളജി കൊണ്ട് സാധിക്കും. AI എനേബിൾഡ് ആയിട്ടുള്ള ക്യാമറകളും അതിൻ്റെ നെറ്റ്വർക്കും ഡ്രോൺസും ഒക്കെ കൂടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ സാധ്യതകളെ പറ്റിയാണ് ഇന്ന് ചർച്ച നടത്തിയത്. ഈ വർഷത്തെ തീർത്ഥാടന കാലത്ത് തന്നെ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനാണ് ശ്രമം. പദ്ധതിയെക്കുറിച്ച് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും കോടതി ഇത് അംഗീകരിച്ചുവെന്നും കെ ജയകുമാർ പറഞ്ഞു. ഓഗസ്റ്റ് ആദ്യവാരം തന്നെ പദ്ധതിക്ക് തുടക്കം കുറിക്കാനാണ് നീക്കം. മാലിന്യമുക്ത ശബരിമല എന്ന ലക്ഷ്യവും പദ്ധതിയുടെ ഭാഗമാണ്. മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനായി നടപടികൾ ആരംഭിക്കും. ശബരിമലയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളുമായി കരാറിലേർപ്പെടുമ്പോൾ തന്നെ മാലിന്യ സംസ്കരണവും ഉറപ്പുവരുത്തുമെന്നും കെ ജയകുമാർ വ്യക്തമാക്കി. ഹോട്ടലുകളാണ് മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രധാന ജനറേറ്റ് ചെയ്യുന്ന ഒരു കേന്ദ്രങ്ങൾ. അവരുമായിട്ട് ഉള്ള ടെൻഡറിലും അവരുടെ കരാറിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള വ്യവസ്ഥകൾ എഴുതി ചേർത്തുകൊണ്ട് ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയയിൽ അവിടെ വാടക കട ടെൻഡർ ചെയ്തെടുക്കുന്ന ഓരോരുത്തർക്കും അതിനകത്തുള്ള റോള് പങ്കാളിത്തം കരാർ വഴി ഉറപ്പാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ശബരിമലയിലെത്തുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തർക്കിടയിലും മാലിന്യമുക്ത ശബരിമലയുടെ പ്രചാരണം നടത്തും. ഇതിനായി വിവിധ ഭാഷകളിലുള്ള മാധ്യമങ്ങളിലൂടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തർക്കിടയിൽ ബോധവൽക്കരണം നടത്തും. അമൃത ന്യൂസ്, കൊച്ചി.